Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ കേർഡ് സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ്. ഇത് നമ്മുടെ ഫയർലെസ് കുക്കിങ്ങിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഫയർലെസ് കുക്കിംഗ് ചാലഞ്ചിന്റെ 9th ഡേ ആണ് ഇന്ന്. അപ്പോൾ നമുക്കിനി സാൻഡ്വിച്ച് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ അറേസ്വേൾഡ് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ കേർഡ് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് 1/4 കപ്പ് തൈരാണ്. അതിൻ്റെ കൂടെ ഞാൻ 1/4 കപ്പ് മയനൈസും എടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ പൊടിയായി അരിഞ്ഞ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ അലീവ്സ് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഞാൻ ചേർക്കുന്നത് പൊടിയായി അരിഞ്ഞ വെള്ളരിക്കയാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് തന്നെ നിങ്ങൾക്ക് ചേർക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള സാൻഡ്വിച്ചിന് തയ്യാറാക്കാൻ പറ്റിയ വെജിറ്റബിൾസ് ഏതാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. അപ്പോൾ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയൊരു ബ്രെഡ് എടുത്ത് അതിലേക്ക് നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് സാൻഡ്വിച്ച് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കേർഡ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ബിസി ആയിട്ടുള്ള ടൈമുകളിലൊക്കെ നമുക്ക് ഫയർ ഇല്ലാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ഈ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നാളെ 3 മണിക്ക് മറ്റൊരു ഫയർലെസ് കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.